അയ്യോ അറിഞ്ഞ വിശേഷം അടി ഒരിഞ്ഞടി എവിടെ? പരസ്പരം ആക്ഷേപിച്ചും പരിഹസിച്ചും പ്രതിപക്ഷ നേതാവും വിദ്യാഭ്യാസ മന്ത്രിയും. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റേ നിയമസഭയിൽ പറയാണ് സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണം, സ്വർണം അവിടെയുണ്ട്. എന്നിട്ട് ഞാൻ പുറത്തുപോയി പത്രസമ്മേളനത്തിൽ പറഞ്ഞു വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ആ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പറഞ്ഞു. അതൊക്കെ പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി, അവിടെ നിന്റെ അച്ഛൻ ഇരിക്കണ. രണ്ടാമത് ഞാൻ അങ്ങേക്ക് എഴുതി തന്നു, അത് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. ഒരു നടപടി അങ്ങ് സ്വീകരിച്ചില്ല. ഞങ്ങൾക്ക് വിഷമമുണ്ടായി, ഞങ്ങൾ അതിന് മറുപടി പറയും. ഞാൻ മറുപടി പറഞ്ഞപ്പോൾ എനിക്കറിയാം ഞാൻ സംസാരിക്കുന്ന സാധാരണ ഭാഷയിൽ നിന്ന് കടന്നുകൂടി പറഞ്ഞു. സത്യമാണ്, പക്ഷെ അവനൊന്നും ഇവനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വി ഡി സതീശൻ മന്ത്രി വി ശിവൻകുട്ടി തമ്മിലുള്ള വാക്പോര് പരസ്യമായി തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. അത്രക്കായല്ലേ? തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. പൂച്ച വിറ്റ് കിടക്കുന്ന ഖജനാവും വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല. പൂച്ചയെ പോലും പ്രസവിക്കാൻ സമ്മതിക്കില്ല. ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവുണ്ടാകും. പൂച്ചയെ പ്രസവിക്കുന്നതിന് ഇത്ര ആക്ഷേപിക്കാതിരിക്കുന്ന ഇത്തരമുള്ള പ്രയോഗങ്ങളാണ് ഇയാളുടെ നിലവാരം ദിനം പ്രതി താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഈ തർക്കത്തിന് ഒരു അവസാനമില്ല. വി ഡി സതീശന്റെ സംസ്കാരത്തെ സംബന്ധിച്ചിടത്തോളവും അഹങ്കാരത്തെ സംബന്ധിച്ചിടത്തോളവും ആരെയും എന്തും പറയുന്ന സ്വഭാവക്കാരനാണെന്നുള്ള നിലയിൽ അറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല. അദ്ദേഹം വലിയ ഒരാളാണ്. എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരമുള്ള ആളാണ് അദ്ദേഹം. നല്ല നിലവാരമുള്ള ആളാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെക്കാൾ നിലവാരം കുറഞ്ഞ ഒരാളാണ്. തർക്കമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചടിച്ചാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. കണ്ടവനോ ഉറങ്ങൂല. ഒന്ന് പോവാടാ, പോയി തരത്തി പോയി കളിക്കടാ. ഇവനെ പോലത്തെ ആളുകള് മന്ത്രിമാരായിരിക്കാൻ യോഗ്യതയുള്ളവരാണോ? കണക്ക് വിദ്വാൻ സംഖ്യ ചൊന്നാൽ ആർക്കമിടീസ് അനങ്ങൂല. അസംബന്ധം പറയാണ് നിയമസഭയിൽ കയറിയെന്ന്. എന്നിട്ട് നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് പ്രതിപക്ഷത്തിന് ക്ലാസ് എടുക്കുകയാണ്. ആര്? അതേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടുമടക്കി കൊത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലി പൊളിച്ചെടുത്തതാണ് നമുക്ക് ക്ലാസ് എടുക്കുകയാണ്. വിദ്യാഭ്യാസനെ ആഭാസം പറയുന്നത് രണ്ടു കാലയിൽ വീട്ടിൽ പോകൂല. അതേ രീതിയിൽ ഞങ്ങൾ തിരിച്ചടിച്ചാൽ, തിരിച്ചു പറഞ്ഞാൽ സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. ഇയാൾക്ക് തലയ്ക്കെന്താ തകരാറാണ് മേഡം? ആയ കാലത്ത് ആയിരക്കണക്കിന് ആളുകളെ ചിറന്ന് പഠിപ്പിച്ച ആളാ. ഇപ്പൊ അതാ സതീശൻ ചേട്ടനെ രണ്ടു തുള്ളി മുള്ളിക്കാൻ പെടുന്ന പാട് കണ്ടോ? നിനക്കെന്നെ അറിഞ്ഞൂടാ, നീ കൂടുതൽ ആളാവില്ല കേട്ടാ. പ്രതിപക്ഷ നേതാവിനെ ഭീഷണിപ്പെടുത്താൻ നടത്തിയ ശ്രമമാണ് നമ്മളിപ്പോ കണ്ടത്. ഫുൾ കോമഡി ആയിപ്പോയി, പൊട്ടിപ്പാളീസ് ആയിപ്പോയി. ഞങ്ങൾ എന്തെങ്കിലും തിരിച്ചു ചെയ്താലോ പറഞ്ഞാലോ സതീശൻ താങ്ങത്തില്ല എന്ന് മാത്രമല്ല, പേടിക്കുമെന്ന് മാത്രമല്ല, മുള്ളിപ്പോകും എന്നാണ് അണ്ണം പറയാൻ ഉദ്ദേശിച്ച സാധനം മനസ്സിൽ കിടന്ന് പുറത്തു വന്നത്. സതീശൻ പേടിക്കത്തില്ലെന്ന് മാത്രമല്ല, മുള്ളാൻ മുട്ടിയോ മുള്ളുകയും ചെയ്യുന്നു. അതിപ്പോ മൂത്രം ഒഴിക്കാൻ മുട്ടിയ എല്ലാരും മുള്ളുമല്ലോ. നിങ്ങളുടെ മച്ചിന്റെ മേലിൽ കിടന്ന് മരപ്പട്ടി മുള്ളുന്നു താഴോട്ട്. പിന്നാണോ പ്രതിപക്ഷ നേതാവ്? ഏതായാലും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെല്ലാം അക്ഷരം പ്രതിയാണെന്ന് ആ പറഞ്ഞതിനോട് പ്രതികരിച്ചുകൊണ്ട് തന്നെ തെളിയിച്ച സ്ഥിതിക്ക് സതീശൻ ചേട്ടൻ പറഞ്ഞത് നമുക്കൊന്നുകൂടെ കേൾക്കാം. ഇത്രയും വിവരദോഷികളെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മന്ത്രിസഭ ഈ കേരളത്തിന്റെ ചരിത്രത്തിലില്ല. പ്രതിപക്ഷ നേതാവെ നമ്മൾ അതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു ഇവിടെ ഈ സർക്കാർ. ആ സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിൽ അങ്ങും അഭിമാനം കൊള്ളണം. അതേ അണ്ടർവെയർ പുറത്ത് കാണിച്ച് മുണ്ടുമടക്കി കൊത്തി ഡെസ്കിന്റെ മുമ്പിൽ കയറിയിരുന്ന് ഈ സാധനം മുഴുവൻ തല്ലി പൊളിച്ചെടുത്തതാണ്. നന്നായിട്ടുണ്ട്. ചുമ്മാ അല്ല ശിവൻകുട്ടി അണ്ണൻ ഇത്രയും കടന്ന് തുള്ളിയത്. ഉള്ളത് പറയുമ്പം തുള്ളുവെന്നാണല്ല ശൈലി. ഓരോ ദിവസം കഴിയുന്നതോടും പ്രതിപക്ഷ നേതാവിന്റെ പ്രതിച്ഛായ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് വരികയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അല്ല, ഈ ഉള്ള സത്യങ്ങളൊക്കെ പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറഞ്ഞതാണോ? അധിക്ഷേപിച്ചു, സംസ്കാരമില്ലാതെ സംസാരിച്ചു, മൈക്കിൽ കൂടെ അപവാദം പറഞ്ഞു എന്നൊക്കെ ശിവൻകുട്ടി അണ്ണൻ ഇരുന്നുകൊണ്ട് കരഞ്ഞത്.
ഓർമ്മയില്ലേ? മന്ത്രി കസേര കയറി ഇരുന്നപ്പം അതെല്ലാം അങ്ങ് മറന്നു അണ്ണ. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. അണ്ണനെ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ, ഒറ്റ ടേക്ക് അടിപൊളിയായിട്ട് ചെയ്തു. എന്നെ നാറ്റിക്കരുത്. നാറ്റിക്കില്ല ആകെ നാറിയിരിക്കരുത്. കൈവച്ചതെല്ലാം നശിപ്പിക്കാൻ പറ്റി, ഒരിടത്തും ഒരു പതർച്ച ഉണ്ടായില്ല എന്നുള്ളതാണ്. അണ്ണ നല്ല പ്രാക്ടീസും ചെയ്തിട്ടാണ് അണ്ണ വന്നത്. റിഹേഴ്സൽ വല്ലതും ഉണ്ടായിരുന്നു അതിന്? അന്ന് ആ നടത്തിയ റിഹേഴ്സലിന്റെ പകുതി ഒരു പ്രാക്ടീസ് വീട്ടിലിരുന്ന് ചെയ്തെങ്കിൽ സതീശൻ ചേട്ടന്റെ 2 തുള്ളി മൂത്രം വീഴ്ത്തായിരുന്നു. സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ മൂത്രം ഒഴിച്ചു. അപ്പൊ വലിച്ചുപറിയും തല്ലിപ്പൊട്ടിക്കലും ഒക്കെ കാര്യക്ഷമമായിട്ട് ചെയ്യുന്നത് പോലെ സംസാരിക്കാൻ കൂടെ കുറച്ചൊന്ന് തെളി. ഇവനൊക്കെ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോ സ്കൂളിൽ പഠിക്കേണ്ട സ്ഥിതി നമ്മുടെ പിള്ളേർക്ക് ഉണ്ടായല്ലോ. കഷ്ടമെന്നല്ലാതെ എന്താ പറയാൻ? ആ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയല്ലേ? അണ്ണൻ സ്വയം ഒന്ന് ഇരുത്തി ചിന്തിച്ചേ. എക്സസൈസ് കൊടുത്താൽ നമുക്ക് ബോധമില്ലാതെ പറഞ്ഞെന്ന് വിചാരിക്കരുത്. മന്ത്രിയപ്പൂപ്പൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് പിള്ളേരുടെ മുന്നിൽ വലിയ ആളാണെന്ന് സ്വയം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ ഓണത്തിന്റെ ദിവസമോ മറ്റോ, അതെ ഒരു ഓണം സ്പെഷ്യൽ പ്രോഗ്രാം കുട്ടികളുമായിട്ടുള്ളത് വന്നായിരുന്നല്ലോ. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. മന്ത്രിയപ്പൂപ്പൻ ഏത് ബെഞ്ചിലായിരുന്നു പഠിച്ചത്? മന്ത്രിയപ്പൂപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം ഏതായിരുന്നു? എന്തുകൊണ്ടായിരുന്നു ആ വിഷയം ഇഷ്ടപ്പെട്ടത്? തുടങ്ങി കുറച്ച് ചോദ്യങ്ങളൊക്കെ പിള്ളേർ ചോദിച്ചപ്പോ ജബ ഓർമ്മയുണ്ടോ? ഏതായാലും തല്ലിപ്പൊട്ടിക്കലിനേക്കാൾ വലിയ കഴിവ് അണ്ണന്റെ കയ്യിലുണ്ടെന്ന് ജനങ്ങൾ ഇപ്പോഴാ തിരിച്ചറിഞ്ഞത്. ഒരു തുള്ളി മൂത്രം പോകാൻ പെടാപ്പാട് പെടുന്ന മനുഷ്യരുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകളെയൊക്കെ അണ്ണൻ അകമഴിഞ്ഞൊന്ന് സഹായിച്ചേക്കണേ. അണ്ണന് വേണമെങ്കിൽ ആരോഗ്യ വകുപ്പ് തരാൻ ഞങ്ങൾ മുഖ്യ സഖാവിനോട് റെക്കമെൻഡ് ചെയ്യാം. അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ഈ നാട്ടിലെ നിസ്സഹായരായിട്ടുള്ള ആളുകളെ ചേർത്ത് പിടിച്ചാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ആരോഗ്യ വകുപ്പിന്റെ കാര്യം പറഞ്ഞ് നാക്ക് വായിലോട്ടിട്ടില്ല. ഇവിടെ കപ്പലാഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്ന തിരക്കിലായിരുന്നോ? സർക്കാർ ആശുപത്രി വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ ചികിത്സ കിട്ടാതെ ഒരു ചെറുപ്പക്കാരൻ മരിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം കരിങ്കൊടി കാണിച്ച്. ആ കാര്യം അവിടെ നിന്ന് പറയുന്നത്. എന്തിനാണ് കരിങ്കൊടി കാണിച്ചതെന്നാ ചോദിക്കുന്നത്. ഇപ്പൊ നിരത്തും മന്ത്രി. 2016 മുൻപ് വിവിധ സ്കീമുകളിലായിട്ടാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നത്. നമ്മൾ ഇത് അറിയണം. 2016 മുമ്പുള്ള കാര്യങ്ങളും 1986 മുമ്പുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾ അറിയണം. നിലവിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച് മനുഷ്യർ ചിന്തിക്കരുത്, ദയവ് ചെയ്ത് ചിന്തിക്കരുത്. നിങ്ങൾ ചിന്തിക്കേണ്ടത് 50ഉം 100ഉം വർഷങ്ങൾക്കപ്പുറം ഉണ്ടായിരുന്ന കേരളം എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് മാത്രമാണ്. അതാണ് മന്ത്രി അവിടെ നിന്ന് ഊന്നി പറയുന്നത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. എത്ര രൂപയാ ഒരു കുടുംബത്തിന് ഒരു വർഷം 2016 മുൻപ് ലഭിച്ചിരുന്നതെന്ന് അറിയാമോ? 30,000 രൂപ. 2016 മുൻപ് ലഭിച്ചിരുന്ന 30,000 രൂപയും 2026 ലഭിക്കുന്ന 30,000 രൂപയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് രൂപയുടെ മൂല്യത്തിലുണ്ടായ വ്യത്യാസം അറിയാവുന്ന വിവരമുള്ള ആളുകൾക്ക് മാത്രമേ മനസ്സിലാകൂ എന്നുള്ള ധൈര്യത്തിലാണ് മന്ത്രി പൊതുവേദിയിൽ നിന്ന് ഇത്തരം വിവരദോഷങ്ങൾ പറയുന്നത് എന്ന കാര്യം കൂടി ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. 2016 മുമ്പ് 30,000 രൂപയൊക്കെ കിട്ടുന്നുള്ളായിരുന്നു. 2026 ആയപ്പോ 60,000 രൂപ കിട്ടുന്നുണ്ട്. കഷ്ടം. എന്റെ മനോഹര, നിന്നെ ഞാൻ കൊല്ലം കുറെ ആയില്ലേ കാണാൻ തുടങ്ങിയിട്ട്. 2019 നമ്മൾ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഇവിടെ ആരംഭിച്ചു. സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി. ഇവിടെ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ഉണ്ട്, പഞ്ചായത്ത് ഹെൽത്ത് ഏജൻസി ഉണ്ട്, വാർഡ് ഹെൽത്ത് ഏജൻസി ഉണ്ട്. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. പക്ഷെ കൃത്യസമയത്ത് നമുക്ക് ആശുപത്രി ചെന്ന ചികിത്സ കിട്ടിയെന്ന് വരത്തില്ല. അതൊക്കെ നമ്മൾ പാർട്ട് ഓഫ് ദ സിസ്റ്റമായിട്ട് കണ്ട് അതിൻ്റെതായിട്ടുള്ള സെൻസിൽ എടുക്കണം. ചിലപ്പോ രോഗി മരിച്ചു എന്നൊക്കെ വരും, പക്ഷെ അവാർഡുകൾ നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഷെൽഫിൽ ഇരിപ്പുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. നമ്പർ 1 എന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് വേണ്ടത്. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിലൊരാളുണ്ടേ. പ്രാക്ടിക്കലി അതെങ്ങനെ പോകുന്നു അതിനെക്കുറിച്ച് ഒന്നും ആരും ചിന്തിച്ച് ബേജാറാകേണ്ട കാര്യമില്ല. നമ്മൾ നമ്പർ 1 ആണ്. അത് നിങ്ങൾ ഇങ്ങനെ ഉരുവിട്ടോണ്ടിരുന്നാൽ മതി. ഇനിയിപ്പോ കൈ മുറിക്കാൻ ചെന്ന ആളുടെ കാല് മുറിച്ച് വിട്ടാലും പഞ്ഞിയും തുണിയും കത്രിയൊക്കെ ഉള്ളിൽ തിരികെ സ്റ്റിച്ച് ഇട്ട് വിട്ടാലും അതൊന്നും നമ്മുടെ നമ്പർ 1 സർട്ടിഫിക്കറ്റിനെ, ആ നമ്പർ 1 പൊസിഷനെ ബാധിക്കുന്ന കാര്യമല്ല. എന്തൊരാളുകളാ ഭഗവാനെ ഇത്. 2 ആശുപത്രികളിലാണ് ഡയാലിസിസ് ഉണ്ടായിരുന്നത്. ഇന്ന് 125 ആശുപത്രികൾ. ഇന്ന് നോക്കൂ കാത്ത് ലാബ്. മന്ത്രി കാത്ത് ലാബും ഡയാലിസിസ് യൂണിറ്റും കുറെ പ്രാവശ്യം ഇപ്പൊ പറയുന്നുണ്ട്. ഒരു 6ഓ 7ഓ പ്രാവശ്യം കൊണ്ട് അടുപ്പിച്ചടുപ്പിച്ച് ഇതൊക്കെ കേൾക്കുന്നു. ഇത്തരം വലിയ വലിയ കാര്യങ്ങളല്ലാതെ രോഗികൾ എന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന മരുന്നിന്റെ ലഭ്യതക്കുറവ്, കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടാതിരിക്കൽ, ഡോക്ടർമാരുടെ അഭാവം. ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. മെഡിക്കൽ കോളേജുകളിലൊക്കെ രോഗികൾ എന്ന നിലത്ത് കിടക്കേണ്ട അവസ്ഥ, ഒരു സ്ട്രെച്ചർ ഇല്ലാത്ത അവസ്ഥ, കുറേ സമയങ്ങൾ മണിക്കൂറുകൾ
ആഴ്ചകളോളം ICUയിലേക്ക് കിടക്കുന്ന പേഷ്യന്റിന്റെ രക്തസാമ്പിളുമായിട്ട് പരിശോധനയ്ക്ക് ക്യൂ നിന്ന് അവരകത്ത് മരണപ്പെടേണ്ട അവസ്ഥ. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് കൂടി ഇടയ്ക്കൊന്ന് ചിന്തിച്ച് അതിലെന്തെങ്കിലും ഒരു നടപടി എടുത്തിരുന്നെങ്കിൽ സന്തോഷമായേനെ. ഈ കപ്പൽ തള്ളുന്നതിന്റെ പകുതി സമയം മതിയല്ലോ ഇക്കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ. അവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഏതായാലും ഇത്രയും ലക്ഷക്കണക്കിന് രൂപ നാട്ടുകാർക്ക് വർഷാവർഷം ഫ്രീ ആയിട്ട് കൊടുക്കുകയല്ലേ. ഇപ്പൊ എത്രയാണെന്നാ പറഞ്ഞ 5 ലക്ഷം. പ്രാബല്യത്തിൽ വന്നില്ല, ധനമന്ത്രി പ്രഖ്യാപിച്ചായിരുന്നു. മെഡിസെപ്പ് ആനുകൂല്യത്തിന്റെ കാര്യമല്ലേ പറയുന്നത്, 1 വർഷം 5 ലക്ഷം രൂപ. അത് വാഗൊണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ലക്ഷത്തിന്റെയും കോടിയുടെയും കണക്കൊക്കെ വിട്ടിട്ടേ ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യർക്ക് കൃത്യസമയത്ത് മരുന്നും ചികിത്സയും കിട്ടുന്നുണ്ടോ, അതിനുള്ള സൗകര്യം സർക്കാർ ആശുപത്രികളിലുണ്ടോ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരു സെക്യൂരിറ്റി ഉണ്ടോ, ശ്വാസം മുട്ടും നെഞ്ചുവേദനയും തലകറക്കും ഒക്കെ ആയിട്ട് ആരെങ്കിലും ചെന്ന് അവരെ ഒന്ന് താങ്ങിയെടുത്ത് കൊണ്ടുപോകാൻ അവിടെ ഒരു സ്റ്റാഫ് ഉണ്ടോ, ഒരു എമർജൻസി മാനേജ്മെന്റ് സിസ്റ്റം സർക്കാർ ആശുപത്രികളിലൊക്കെ ഉണ്ടോ, ഇതും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. സതീശൻ പേടിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോ മൂത്രം ഒഴിച്ചു. അണ്ണൻ പെടുപ്പിച്ചു കഴിഞ്ഞില്ലേ, അണ്ണന്റെ കാര്യം പറയാം കേട്ടോ, വീണ ചേച്ചിയുടെ അടുത്ത് പറയാം. ആരോഗ്യവകുപ്പിൽ അണ്ണൻ ഏതെങ്കിലും ഒരു സീറ്റ് ഞങ്ങൾ എല്ലാവരും കൂടെ മുൻകൈ എടുത്ത് തന്നിരിക്കും. കാരണം നിൽക്കുന്ന നിപ്പിൽ ആളുകളെ മുള്ളിക്കുക എന്ന് പറയുന്നത് നിസ്സാര കഴിവൊന്നുമല്ല. ഡോക്ടർമാർ തന്നെ എന്തുമാത്രം മരുന്നുകൾ കൊടുത്ത രോഗികളെ മുള്ളിക്കുന്നത്. അപ്പൊ അണ്ണന്റെ ഈ കഴിവ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ്. അണ്ണനെ ആരോഗ്യ മേഖലയ്ക്ക്, ആശുപത്രികൾക്ക്, രോഗികൾക്ക് ആവശ്യമുണ്ടെണ്ണ. പിന്നെ സതീശൻ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം മറുപടിയായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ എടുത്ത് മറിച്ച കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു 5-6 പേജുള്ള എസ്സേ ഫേസ്ബുക്കിൽ എഴുതി തള്ളിയിരിക്കുന്നത് കണ്ടു. നമ്മുടെ ശത്രുക്കൾ നമുക്ക് പ്രസൻസ് ഉണ്ടാക്കി തരുന്നതാണ്. ഏറ്റവും കൂടുതൽ ഡെയിലി ഒരു 20 കാർഡ് AKG സെന്ററിൽ നിന്നും ഒരു 10 കാർഡ് ഈ മന്ത്രിയുടെ അടുത്തും വരുവാണ്. എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് എന്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. പിന്നെ മറ്റേ വേറൊരു ആക്ഷേപം കൂടെ പ്രധാനമായിട്ട് സതീശൻ ചേട്ടൻ ഉന്നയിച്ചായിരുന്നു. അണ്ടർവെയർ കാണിച്ച് നിയമസഭ തല്ലിപ്പൊളിച്ച കാര്യം. അതിനി ഒറ്റ ക്യാപ്സുകളേ ഉള്ളൂ. ഗോവിന്ദമ്യാഷ്ട്രെ മനസ്സിൽ ധ്യാനിച്ച് അത് AI ആയിരുന്നു എന്നങ്ങോട്ട് കാച്ചുക. അപ്പൊ എല്ലാം നടക്കട്ടെ. ഒന്നാം പിണറായി ഗവൺമെന്റിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും 2ാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അതേ അനുഭവം തന്നെയായിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്.